ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് സോണിക് എയർ ഡ്രോപ്പിൻ്റെ മെയിൻനെറ്റ് ടാസ്കുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ ടെസ്റ്റ്നെറ്റ് ടാസ്കുകളിലെല്ലാം പങ്കെടുത്ത് കഴിഞ്ഞിരുന്നു. സോണിക് ആർക്കേഡിൽ കറക്റ്റായിട്ട് നമ്മൾ ടെസ്റ്റ്നെറ്റ് ടാസ്കുകളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് ഗെയിംസ് കളിച്ചുകൊണ്ട് പോയിന്റ്സ് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മെയിൻനെറ്റ് ടാസ്കുകൾ ചെയ്തുകൊണ്ട് എങ്ങനെ പോയിന്റ്സ് ഏൺ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ടെസ്റ്റ്നെറ്റിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് മെയിൻനെറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ടെസ്റ്റ്നെറ്റിൽ പങ്കെടുത്ത ആൾക്ക് മാത്രമേ മെയിൻനെറ്റ് ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പുതുതായിട്ട് വരുന്ന ആൾക്കും ഓൾറെഡി ഉള്ള യൂസറിനും എല്ലാം തന്നെ മെയിൻനെറ്റ് ടാസ്കുകൾ ചെയ്യുകയും അതിലൂടെ എസ് ടോക്കണിൻ്റെ എയർ ഡ്രോപ്പ് ഏൺ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ ഒരു മെയിൻനെറ്റ് ടാസ്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ FTM ടോക്കൺസ് ആവശ്യമാണ്, ഫാൻറ്റം ടോക്കൺസ് ആവശ്യമാണ്. അതെവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു എക്സ്ചേഞ്ച്, ബൈനാൻസ്, ബൈബിറ്റ്, വിറ്റ്ഗേറ്റ് എല്ലാ എക്സ്ചേഞ്ചുകളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? USDT അഥവാ നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ക്യാഷ് വേണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ക്യാഷ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ടെസ്റ്റ്നെറ്റ് ടാസ്കുകൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പോയിന്റ്സ് ഉണ്ടാവും. അതിനനുസരിച്ചുള്ള എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ എയർ ഡ്രോപ്പ് കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയിൻനെറ്റ് ടാസ്കുകൾ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റേക്ക് ചെയ്യുക, ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ള ടാസ്കുകളൊക്കെയാണ്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിന് ക്യാഷ് വേണം. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട ശേഷം യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയറും ചെയ്ത് അവർക്കും കൂടി ഒരു എയർ ഡ്രോപ്പ് കൊണ്ട് യൂസ് ഉണ്ടാവുന്നത് പോലെ നിങ്ങളും കൂടി അവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ടോട്ടൽ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $132 മില്യൺ ആണ് നിലവിൽ കാണുന്നത്. ഓക്കെ, ഇത് ഓരോ ദിവസം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കാരണം ഈ ഒരു ഫാൻറ്റം ടോക്കണിൻ്റെ വിലക്കനുസരിച്ചാണ് ഇത് മാറിക്കൊണ്ടിരിക്കുക. നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇവരുടെ എയർ ഡ്രോപ്പ് ക്ലെയിം ഡേറ്റ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ജൂൺ 2025. അപ്പോൾ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്കറിയാം ഇത്രയും വലിയൊരു എമൗണ്ട് വരെ എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഈ ടോക്കൺ ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ തന്നു കഴിഞ്ഞാൽ എന്താവും? ഒറ്റയടിക്കുന്ന പ്രൈസ് ഭയങ്കരമായി താഴേക്ക് പോകും. അത് ഈ ബ്ലോക്ക് ചെയിനെ ഉറപ്പായിട്ടും ബാധിക്കും. അതൊരിക്കലും നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്. ഇവരാദ്യം പറഞ്ഞത് ഇവരെ ടോക്കൺ ജനറേഷൻ ഇവൻറ്റിൻ്റെ അന്ന് നമുക്ക് എയർ ഡ്രോപ്പ് തരും എന്നുള്ളതാണ്. പക്ഷേ ചേഞ്ച് ആയിട്ടുണ്ട്. എനിക്ക് നോക്കുമ്പോൾ, ഞാൻ പേഴ്സണലി പറയുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ജൂൺ മാസത്തിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് യൂസേഴ്സ് ക്യാൻ ഇമ്മീഡിയറ്റ്ലി ക്ലെയിം 25% ഓഫ് എയർ ഡ്രോപ്പ് എന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ 100 എസ് ടോക്കൺ ആണ് ഫോർ എക്സാമ്പിൾ എയർ ഡ്രോപ്പ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 25%, അതായത് 25 ടോക്കൺസ് മാത്രമാണ് എനിക്ക് ഈ ജൂൺ മാസത്തിൽ വിഡ്രോ ചെയ്യാൻ പറ്റുക. ഓക്കെ, ബാക്കിയുള്ള ടോക്കൺസ് എവിടെ പോകും? ബാക്കി 75% ഉണ്ടല്ലോ. അതായത് എനിക്ക് 100 എസ് ടോക്കണാണ് കിട്ടിയത്. അതിൽ 25 എസ് ടോക്കൺസ് എനിക്ക് അന്ന് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള 75 എസ് ടോക്കൺസ് എവിടെ പോകും? വെസ്റ്റിങ്ങിലേക്ക് പോകും, അതായത് സ്റ്റേക്കിങ്ങിലേക്ക് പോകും. 270 ദിവസമാണ് സ്റ്റേക്കിങ്. നമുക്ക് വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്യാതെ അന്ന് തന്നെ വിഡ്രോയും അടിക്കാം. പക്ഷേ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ വരുന്നതാണ്. കാരണം നമുക്ക് ഈ ഒരു 270 ഡേയ്സിലേക്ക് വെസ്റ്റ് ആവുന്ന എന്താണ്? എസ് ടോക്കൺസ്. നമ്മൾ 75% എസ് ടോക്കണും NFT രൂപത്തിലാണ് നമുക്ക് വെസ്റ്റിങ്ങിലേക്ക്, അതായത് സ്റ്റേക്കിങ്ങിലേക്ക് പോകാൻ പോകുന്നത്. ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഒരു ക്രൈറ്റീരിയ അവർ വെച്ചിട്ടുണ്ട്. എന്താണ്? എങ്ങനെയാണ് നമുക്ക് NFT വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്? NFTക്ക് വാല്യൂ ഉണ്ടാവും. അത് മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യാൻ പറ്റും. സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് എസ് ടോക്കൺ ആക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം കൃത്യമായിട്ട് ആ ഒരു സമയമാകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ടോക്കൺ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടിയതിന് ശേഷം, NFT കിട്ടിയതിന് ശേഷം നമ്മളത് വിഡ്രോ ചെയ്യുക. അന്ന് തന്നെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്ക് NFT കിട്ടി 0 മുതൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ 100% ടോക്കൺസ് തൊട്ട് 88.9% ടോക്കൺസ് വരെ ബേൺ ആവും. എന്ന് വെച്ചാൽ നമുക്ക് 75% ആണല്ലോ ഈ ഒരു സ്റ്റേക്കിങ്ങിലേക്ക് പോകുന്നത്. ആ 75%ത്തിലുള്ള അലോക്കേഷൻ 100% നിങ്ങൾ അന്ന് തന്നെ വിഡ്രോ അടിക്കുകയാണെങ്കിൽ ബേൺ ആയി പോകും. അതായത് ഈ ഒരു ബ്ലോക്ക് ചെയിൻ തന്നെ ബേൺ ആവും, നിങ്ങളുടെ കയ്യിൽ നിന്നും പോകും. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എത്ര വൈകിട്ടാണോ ഈ ഒരു 75% സ്റ്റേക്കിങ്ങിലേക്ക് പോയത്, ആ ഒരു സ്റ്റേക്കിങ്ങിലേക്ക് പോയ 75% വിഡ്രോ ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ടോക്കൺസിൻ്റെ അളവ് കൂടിക്കൂടി വരും. അങ്ങനെ നമ്മൾ അവസാനം 270 ദിവസം കഴിഞ്ഞിട്ടാണ്, അതായത് ഒരു വർഷത്തിനിടയ്ക്ക് 365 ദിവസമാണല്ലോ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. 6, 7, 8 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 0% ബേണിംഗ് ആയിരിക്കും കിട്ടുക. അതായത് 270 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ NFT വിഡ്രോ ചെയ്ത് എസ് ടോക്കൺ ആക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ 100% എയർ ഡ്രോപ്പിൽ കിട്ടിയ അലോക്കേഷനും കിട്ടും.
അതായത് നമുക്ക് ഒരു ടോക്കൺ പോലും നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ 270 ദിവസം വെക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ പറയുന്നത് ഒരു 150 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് വിഡ്രോ അടിക്കുക എന്നുള്ളതാണ്. കാരണം അപ്പോഴത്തേക്ക് ഒരു ബുൾറണിൻ്റെ ഒക്കെ പീക്ക് സ്റ്റേജ് ആവാനാണ് സാധ്യത. അപ്പോൾ എപ്പോഴാണോ മാർക്കറ്റ് കണ്ടീഷൻ ആ ഒരു രീതിയിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ടോക്കണിൻ്റെ അളവ് കുറയുമെന്ന കാര്യം മനസ്സിലാക്കുക. എങ്കിൽ കൂടി ഏറ്റവും ലാഭം കിട്ടുന്ന സമയം ഏതാണോ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, ഈ ഒരു NFT നമ്മൾ സ്റ്റേക്കിങ്ങിലേക്ക് പോകുന്ന വെസ്റ്റിങ്ങിലേക്ക് പോകുന്ന NFT വിഡ്രോ ചെയ്തുകൊണ്ട് എസ് ടോക്കൺ ആക്കി മാറ്റി സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ടെലഗ്രാമിൽ ഇല്ലാത്തവരാണെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ കൈ ചെയ്തെന്താണ് ഇങ്ങനെ എല്ലാ ടെലഗ്രാം എയർ ഡ്രോപ്പുകളും വലിയ എയർ ഡ്രോപ്പുകളും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തരുന്നുണ്ടല്ലോ. ഈ ഒരു TGൻ്റെ അന്ന് തന്നെ പെട്ടെന്ന് 100% അലോക്കേഷൻ നമുക്ക് എയർ ഡ്രോപ്പ് തരാറുണ്ടല്ലോ, സ്റ്റേക്കിംഗ് ഇല്ലാത്ത എയർ ഡ്രോപ്പ് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ അടുത്തൊരു ലിസ്റ്റായ ഒരു ടോക്കണിൻ്റെ പേരാണ് ടോൺ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ഫാം ചെയ്തിട്ടില്ല, എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് ഞാൻ ഫാം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആ ഒരു ടോൺ സ്റ്റേഷൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് പോലും വന്നത് എന്താണ്, ഈ ഒരു എയർ ഡ്രോപ്പ് എമൗണ്ടിൻ്റെ പകുതി പോലും ഇല്ല. ആ കാര്യം മനസ്സിലാക്കുക. അവരുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ എയർ ഡ്രോപ്പും അവർ ലിക്വിഡിറ്റിക്ക് വേണ്ടി ഇട്ട എമൗണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എല്ലാം കൂടെ കൂട്ടിയാലും ഈ ഒരു സോണിക്കിൻ്റെ പകുതി പോലും എത്തില്ല. ഈ ഒരു സോണിക്കിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് അല്ല ഇത്, എയർ ഡ്രോപ്പിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന അലോക്കേഷനാണ് ഇത്രയും വലിയ എമൗണ്ട്. അപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് എത്ര വലിയ ഡംപിലേക്ക് പോയി, കോയിൻ എത്ര വലിയ മാർക്കറ്റ് ഡംപിലേക്ക് പോകുമെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം ഇവരെ കുറ്റപ്പെടുത്തുക. ഇതൊരു നല്ല ബ്ലോക്ക് ചെയിനാണ്, ഓൾറെഡി മാർക്കറ്റ് ഉള്ള കോയിനാണ്, യൂസ് കേസുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് DApps ഇവരുടെ പുറത്ത് ബിൽഡായി വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഡെക്സുകളുടെ കാര്യം അടക്കമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഫ്യൂച്ചറുള്ള കോയിനാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മോശം കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാനൊരു കോയിൻ അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് പ്രൊജക്റ്റ് മോശമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മോശം എന്ന് തന്നെ പറയാറുണ്ട്. ആ പോയിന്റ്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അത് ഞാൻ തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എയർ ഡ്രോപ്പ് പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും ഞാൻ മോശം കാര്യമാണെങ്കിൽ മോശം എന്ന് തന്നെ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നല്ല ഒരു തീരുമാനം തന്നെയാണ് ഈ ഒരു സോണിക്കിൻ്റെ ടീം എടുത്തിരിക്കുന്നത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. ഇനി പറഞ്ഞ് ലോങ് ആക്കത്തില്ല, നേരെ നമുക്ക് എങ്ങനെ ടാസ്കുകൾ ചെയ്യാമെന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു പേജ് ഓപ്പൺ ആക്കുക, നിങ്ങൾക്ക് ഏത് ബ്രൗസറിലാണോ നിങ്ങളുടെ എക്സ്റ്റൻഷൻ ഉള്ളത് ആ ഒരു എക്സ്റ്റൻഷനിൽ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും, കണക്ട് വാലറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മെറ്റാമാസ്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വരുന്നതാണ്, ജസ്റ്റ് എന്ത് ചെയ്യുക, കൺഫേം ചെയ്ത് കൊടുക്കുക. ഈ ഒരു കണക്ട് കൊടുക്കുന്ന സമയത്ത് എന്താവും, ഈ ഒരു സൈറ്റിലേക്ക് നമ്മുടെ വാലറ്റ് കണക്ട് ആവുകയും അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം കണക്ട് ചെയ്യുമ്പോൾ മെയിൻനെറ്റും ഫാൻറ്റം മെയിൻനെറ്റും നിങ്ങളുടെ മെറ്റാമാസ്കിൽ ആഡ് ചെയ്യാനുള്ള ഒരു കൺഫർമേഷൻ വരികയും ചെയ്യും. അതെന്ത് ചെയ്യുക, ഇതുപോലെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക, ഇവിടെ കൺഫർമേഷൻ വരും, ജസ്റ്റ് എന്ത് ചെയ്യുക, ആഡ് നെറ്റ്വർക്ക് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ FTM ഫാൻറ്റം നെറ്റ്വർക്കും അതുപോലെ തന്നെ നമ്മളുടെ മെയിൻനെറ്റും ഈ ഒരു മെറ്റാമാസ്കിൻ്റെ വാലറ്റിലേക്ക് ആഡ് ആവും. നിങ്ങൾക്ക് കാണാൻ പറ്റും സോണിക് മെയിൻനെറ്റും ഫാൻറ്റം മെയിൻനെറ്റും ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെറ്റാമാസ്കിലേക്ക് ആഡ് ആവും. ആഡ് ആവുന്നതിന് മുൻപായിട്ട് ആഡ് ചെയ്യട്ടെ എന്ന് മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വരും, ആഡ് നെറ്റ്വർക്ക് കൊടുക്കുക. ഈ ഒരു രണ്ട് നെറ്റ്വർക്കും ഈ ഒരു കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വരും. എൻ്റെ വാലറ്റ് ഓൾറെഡി ഞാൻ 2 മെയിൻനെറ്റും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കത് കാണിക്കാത്തത്. ഓക്കെ, ഫാൻറ്റവും സോണിക്കും ഓൾറെഡി എൻ്റെ വാലറ്റിലുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു പേജിൽ ഇപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യട്ടെ എന്നുള്ള കാര്യം ചോദിക്കും. അപ്പോൾ അങ്ങനെ വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മളുടെ ഫാൻറ്റം ടോക്കൺസ് മെയിൻനെറ്റിലേക്ക് അല്ലെങ്കിൽ ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെയാണ് ഫാൻറ്റം ടോക്കൺ കിട്ടുക, എക്സ്ചേഞ്ച് ഇത് വാങ്ങുക എന്നിട്ട് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യാമെന്നും കാണിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻഡെപ്ത് ഡീറ്റെയിൽ ആണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ വീഡിയോസിലും കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ എല്ലാ സ്റ്റെപ്പുകളും ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ആദ്യം നോക്കാം. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് നമ്മളുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യേണ്ടതാണ് ഫാൻറ്റം മെയിൻനെറ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഫാൻറ്റം മെയിൻനെറ്റ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഏത് എക്സ്ചേഞ്ച് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ BingX ആണ്. നിങ്ങൾക്ക് ഏതൊരു എക്സ്ചേഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാ എക്സ്ചേഞ്ചിലും സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്, ഫാൻറ്റം ടോക്കൺ മേടിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി എക്സ്ചേഞ്ച് കയറുന്നു, അതിനുശേഷം FTM എന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ, FTM എന്ന് പറയുന്ന ടോക്കൺ കാണാൻ പറ്റും. ഇത് ജാനുവരി മാസത്തിൽ ഡീലിസ്റ്റായി എല്ലാ എക്സ്ചേഞ്ചിൽ നിന്നും പോവും, അതിനുശേഷം ടോക്കണായി മാറും. ഓക്കെ, ജാനുവരി മാസം 16-ാം തീയതിയാണ് സ്റ്റാർട്ട് ആവുന്നത്.
13-ാം തീയതി ആകുമ്പോഴത്തേനും എല്ലാ എക്സ്ചേഞ്ചൊന്നും പോയി തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. അതിന് മുൻപായിട്ട് തന്നെ ഈ ഫാൻറ്റം ടോക്കൺ വാങ്ങി ഇതുപോലെ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലാണ് മെയിൻ നെറ്റിൽ നിങ്ങളുടെ ഇൻട്രാക്ഷൻ വരികയും ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ജനുവരി മാസം 13-ാം തീയതി എന്ന ഡേറ്റ് മറക്കണ്ട, അതിന് മുൻപായിട്ട് ചെയ്യുക 13-ാം തീയതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫാൻറ്റം FTM എന്ന് പറയുന്ന ടോക്കൺ ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു പ്രൈസ് കാണാൻ പറ്റും, $1.4 കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. ഇത്രയും ദിവസം കൊണ്ട് താഴേക്ക് നല്ല രീതിക്ക് ഡംപ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഉറപ്പായിട്ടും ഈ പ്രൈസ് കൂടുമെന്ന കാര്യം 100% ഉറപ്പാണ്. കാരണം എല്ലാ ടോക്കൺസും ബ്ലീഡ് ആയതിനൊപ്പം തന്നെ ഫാൻറ്റവും ബ്ലീഡ് ആയതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പ്രൈസ് കയറുമെന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ബൈ ചെയ്യാൻ പോകുന്നു. ബൈ ഓപ്ഷനിലേക്ക് കയറി ഇപ്പോൾ കാണാൻ പറ്റും ഫാൻറ്റം വിൽ അണ്ടർഗോ അസറ്റ് മെയിൻ്റനൻസ് ഓൺ 2025 1/13, അതായത് 13-ാം തീയതി 1-ാം മാസം 2025-ാം തീയതി ഈ ഒരു ടോക്കൺ മെയിൻ്റനൻസിലേക്ക് പോകും. അതിനുശേഷം ഡീലിസ്റ്റ് ആവും. ഇനി 12 ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അപ്ഗ്രേഡ് ആയതിനു ശേഷം സോണിക് ടോക്കണായിട്ട് തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ബൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഓർഡർ ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. 0.7011 എന്ന് പറയുന്ന പ്രൈസിലാണ് ഞാനിവിടെ ലിമിറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു പ്രൈസിലേക്ക് എത്തുമെന്നാവും ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുകയും അതിലൂടെ ഈ ഒരു പ്രൈസിൽ ഞാൻ ഈ കോയിൻ ബൈ ചെയ്യുകയും ചെയ്യും. സ്പോട്ടിലാണ് എന്ന കാര്യം മറക്കരുത്. ഫ്യൂച്ചേഴ്സിലൊന്നും ആരും പോയി ഓപ്പൺ ആക്കരുത്. ഓക്കെ, സ്പോട്ടിലാണ് ഇപ്പോൾ ബൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫാൻറ്റം ടോക്കൺ ബൈ ആയിട്ടുണ്ട്. എൻ്റെ ലിമിറ്റ് ഓർഡറിലേക്ക് എത്തുകയും ബൈ ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അസറ്റ്സിലേക്ക് വരുന്നു. ഇവിടെ കാണാൻ പറ്റും FTM ടോക്കൺ ഇതാ $166 വർത്തായിട്ട് ഞാൻ വാങ്ങിയ FTM ടോക്കണോട് കിടക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഫാൻറ്റം ടോക്കണിലേക്ക് കയറുന്നു, അതിനുശേഷം വിഡ്രോ കൊടുക്കുന്നു. ഈ ഒരു സ്റ്റെപ്പുകളെല്ലാം കുറേശ്ശെ മാറ്റം ഉണ്ടാവും നിങ്ങളുടെ എക്സ്ചേഞ്ചിനനുസരിച്ച്. അത് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക. ബൈബിറ്റ്, ബിനാൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. സെയിം പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ വിഡ്രോ ബട്ടനൊക്കെ വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. അതൊക്കെ നോക്കി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം സെലക്ട് മെത്തേഡിൽ ഓൺ ചെയിൻ വിഡ്രോയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓൺ ചെയിൻ കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ അഡ്രസ്സ് കാണാൻ പറ്റും. ഇത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, നമ്മൾ നേരത്തെ മെറ്റാമാസ്കിൽ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്തു. ആ ഒരു അഡ്രസ്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു മിസ്റ്റേക്കും വരുത്താതെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെറ്റ്വർക്ക് ഫാൻറ്റമാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഫാൻറ്റം ബ്ലോക്ക് ചെയിനിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊന്നും സ്റ്റെപ്പൊന്നും വ്യത്യാസം വരുത്തരുത്. തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ലോസ്റ്റ് ആവും. ഓക്കെ, ഒരു രീതിയിൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല ബ്ലോക്ക് ചെയിൻ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫാൻറ്റമാണ് നെറ്റ്വർക്ക് കൊടുക്കേണ്ടത്. നെറ്റ്വർക്ക് ഫാൻറ്റം കൊടുത്തു. അപ്പോൾ അഥവാ നെറ്റ്വർക്ക് ഫാൻറ്റം അല്ല വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് ഫാൻറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് മിനിമം നമുക്ക് വിഡ്രോയിൽ കാണാൻ പറ്റും. BingXൽ മിനിമം വിഡ്രോയിലായിട്ട് വരുന്നത് 7.1 FTM ടോക്കൺസ് ആണ്. നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ഒരു മിനിമം വിഡ്രോ ലിമിറ്റ് മാറും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ബൈബിറ്റ് എക്സ്ചേഞ്ച് ആണ്. ബൈബിറ്റിൽ വന്ന് നോക്കുമ്പോൾ 0.3 ഫാൻറ്റം മാത്രം മതി നമുക്ക് മിനിമം വിഡ്രോയിലായിട്ട്. അപ്പോൾ ഓരോ എക്സ്ചേഞ്ചിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ബൈബിറ്റ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വളരെ ചെറിയ ഫാൻറ്റം 0.3 ഫാൻറ്റം ടോക്കൺ വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് BingXലേക്ക് വരികയാണെങ്കിലോ നിങ്ങളുടെ കയ്യിൽ 7.1 FTM ടോക്കൺ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മിനിമം വിഡ്രോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ എമൗണ്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മെയിൻ ടാസ്കുകൾ. പക്ഷേ ഇതുപോലെ എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വിഡ്രോ ലിമിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം വ്യക്തമായി നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. മിനിമം വിഡ്രോ ലിമിറ്റ് നിങ്ങളുടെ എക്സ്ചേഞ്ചിനനുസരിച്ചാണ്. അത് ഈ കോയിനുമായിട്ട് ബന്ധമില്ല. ഓക്കെ, നിങ്ങൾ ബൈബിറ്റ് ആണോ, ബിനാൻസ് ആണോ, അതുപോലെ BingX ആണോ, ഏതാണോ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ മിനിമം വിഡ്രോ ലിമിറ്റ് തീരുമാനിക്കപ്പെടുക. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ എമൗണ്ട് ആണ്, ഒരു $5-10 മാത്രം മതി നിങ്ങൾക്ക് ചെയ്യാൻ. എൻ്റെ കയ്യിൽ ഇത്ര എമൗണ്ട് ബാക്കിയുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വിഡ്രോ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വീഡിയോ കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഞാൻ ആരോടും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ ആരോടും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ എമൗണ്ട് മാത്രം. നമുക്കെന്താണ് വേണ്ടത്, ഈ ഒരു സോണിക്കിൻ്റെ മെയിനെറ്റുമായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആ ട്രാൻസാക്ഷൻ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഗേറ്റ് വേ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ വാലറ്റുമായിട്ട് ഈ ഒരു ഇൻറ്ററാക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, വിഡ്രോ കൊടുക്കുകയാണ്. വിഡ്രോ കൊടുത്തതിന് ശേഷം എല്ലാ ഇൻഫർമേഷൻസ് കറക്റ്റ് അല്ലേ നോക്കി, നെറ്റ്വർക്ക് ഫാൻറ്റമാണ് എൻ്റെ അഡ്രസ്സ് കറക്റ്റ് അല്ലേ നോക്കി, എൻ്റെ വിഡ്രോവൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 5-6 മിനിറ്റ് എടുത്തേക്കാം എൻ്റെ മെറ്റാമാസ്കിലേക്ക് എത്താനായിട്ട്. ഞാൻ കൊടുത്ത മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സും നെറ്റ്വർക്കും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എൻ്റെ മെറ്റാമാസ്കിലേക്ക് എത്തും. നിങ്ങളും ആ കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. അഡ്രസ്സ് മാറിപ്പോരുത്, അതുപോലെ തന്നെ ഫാൻറ്റം നെറ്റ്വർക്ക് മാറിപ്പോരുത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും എൻ്റെ വിഡ്രോവൽ ഡീറ്റെയിൽസിൽ വിഡ്രോവൽ കംപ്ലീറ്റ് സക്സസ് ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മെറ്റാമാസ്കിൽ റിസീവ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്ര ഈസിയാണ് നിങ്ങളുടെ ഒരു ടോക്കൺ എന്ത് ചെയ്യാൻ, മെറ്റാമാസ്കിലേക്ക് ഏതൊരു എക്സ്ചേഞ്ചിൽ നിന്നും എത്തിക്കാൻ. ഓക്കെ, അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മളുടെ ഫാൻറ്റം ടോക്കൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു അപ്ഗ്രേഡ് സെക്ഷനിലേക്ക് വരാം. ഓക്കെ, എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് 0 ഫാൻറ്റം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യാണ്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും അപ്ഡേറ്റ് ആയിട്ട് 239 ടോക്കൺസ് എൻ്റെ മെറ്റാമാസ്കിലുണ്ട്. അത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് ഫാൻഡം മുഴുവനായിട്ട് ഞാൻ അവൈലബിൾ ആയിട്ടുള്ള മുഴുവനും ഞാൻ എന്ത് ചെയ്യുന്നു അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴെല്ലാം തന്നെ ഫീയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് എമൗണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. ഇവിടെ കാണാൻ പറ്റും ഡെപ്പോസിറ്റ് ഫീ ആയിട്ട് 0.1 FTM ടോക്കണും പോകും. അപ്പോൾ അത്യാവശ്യം ഒരു 5-6 FTM ടോക്കൺ നിങ്ങൾ ഈ ഒരു മെയിനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഫീയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അത്യാവശ്യം ടാസ്കുകൾ ചെയ്യാൻ പറ്റൂ. ഞാനിപ്പോൾ എൻ്റെ മുഴുവൻ എമൗണ്ടും സെലക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അപ്ഗ്രേഡ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് യു റിസീവ് 238.94 S ടോക്കണാണ് നമുക്ക് കിട്ടുക. ബാക്കി ഫീ ആയിട്ട് കുറച്ച് പോകുന്നുണ്ട്, അതൊക്കെ നമുക്ക് വിടാം. അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ടൈം 14 സെക്കൻഡ് മാത്രമാണ് പറയുന്നത്. അപ്ഗ്രേഡ് കൊടുക്കുകയാണ്. അപ്ഗ്രേഡ് കൊടുത്തു. അപ്പോൾ നമുക്ക് മെറ്റാമാസ്കിൽ യൂഷ്വലി കൺഫർമേഷൻ വരുന്ന പോലെ തന്നെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നെറ്റ്വർക്ക് ഫീ അലേർട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താണ്, ഞാൻ മാക്സിമം എമൗണ്ട് സെലക്ട് ചെയ്തു. ഈ ഒരു 0.1 ഫാൻഡം ഞാൻ ബാക്കി വെച്ചില്ല. അതാണ് ഇവിടെ മെയിൻ വരുന്ന പ്രശ്നം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ക്യാൻസൽ ചെയ്യാണ്. ഇത് ക്യാൻസൽ ചെയ്തതിനു ശേഷം വീണ്ടും ഒരു ട്രാൻസാക്ഷൻ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താകണം, 0.1 ഫാൻഡം അവിടെ തിരിച്ചു വെച്ച് ഒരു എമൗണ്ട് ബാക്കി വെച്ച് കൊടുക്കണം എൻ്റെ മെറ്റാമാസ്കിൽ. എങ്കിൽ മാത്രമേ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ്റെ ഫീ ആയിട്ട് പേ ചെയ്യാൻ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാനിവിടെ ചെയ്യുന്നത് 238.9 ആണ്. ഓക്കെ, അപ്പോൾ 0.1 ബാക്കിയിട്ട് എൻ്റെ കയ്യിൽ 239 ഉണ്ട്. 239.43 ഉണ്ട്. 43 എന്തായാലും വിടാൻ ചില്ലറയാണ്, അത് പോട്ടെ. ഓക്കെ, അപ്പോൾ 238.9 ടോക്കൺ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും അപ്ഗ്രേഡ് കൊടുക്കുന്നു. അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വീണ്ടും മെറ്റാമാസ്കിൽ ഇതാ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, നെറ്റ്വർക്ക് ഫീ ആയിട്ടും ഒരു 0.0001 ഫാൻഡം മെറ്റാമാസ്കിന് കൊടുക്കണം. ബാക്കി ഈ ഒരു ഡെപ്പോസിറ്റ് ഫീ ആയിട്ട് ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിന് 0.1 ഫാൻഡം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു ചില്ലറയും കൂടി എടുക്കാതിരുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, കൺഫേം കൊടുക്കുന്നു. അപ്പോൾ കാണാൻ പറ്റും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടതാണ് ഗോ ബാക്ക് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ടോക്കൺ എല്ലാം സക്സസ്ഫുള്ളി നമ്മുടെ സോണിക്കായിട്ട് മാറിക്കഴിഞ്ഞു, എസ് ടോക്കണായി മാറിക്കഴിഞ്ഞു. പക്ഷേ നമുക്ക് നമ്മുടെ ബാലൻസ് നമ്മുടെ മെറ്റാമാസ്കിൽ കാണില്ല. കാരണം എന്താണ്, നമ്മളിപ്പോൾ നിലവിലുള്ളത് ഫാൻഡം മെയിനിലാണ്. ഇവിടെ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ ടോക്കൺ ആയിട്ട് ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഡോളേഴ്സും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ഇവിടെ നിങ്ങൾ ഈ ഒരു സ്വാപ്പിൻ്റെ സംഭവം സോണിക്ക് ഇപ്പുറത്തേക്കും ഫാൻഡം അപ്പുറത്തേക്കും പോകണം. എങ്കിലേ മെറ്റാമാസ്കിലെ സ്വിച്ച് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഈ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോണിക്ക് ആദ്യത്തിലേക്കും ഫാൻഡം രണ്ടാമതിലേക്കും പോകും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഫാൻഡം മെയിനെറ്റ് മാറിയതിനു ശേഷം സോണിക് മെയിനെറ്റ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ എസ് ടോക്കൺ ഉണ്ട്. ഞാനിപ്പോൾ സ്വാപ്പ് ചെയ്ത അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത 238 എസ് ടോക്കൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈസിലി നമ്മുടെ അപ്ഗ്രേഡേഷൻ അപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, 2 കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞതാണ് സ്റ്റേക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഗേറ്റ് വേ ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആപ്സിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഗേറ്റ് വേയിലേക്ക് പോവാണ്. ഓക്കെ, ഗേറ്റ് വേയിലേക്ക് വന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടനാണ് നമുക്ക് ഗേറ്റ് വേയിൽ ആദ്യം കാണാൻ പറ്റുക. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, കണക്ട് വാലറ്റ് കൊടുക്കുന്നു. എൻ്റെ മെറ്റാമാസ്ക് വാലറ്റ് ഞാൻ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കൺഫർമേഷനും കാര്യങ്ങളെല്ലാം നേരത്തെ പോലെ തന്നെ വരും. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ കൺഫർമേഷൻ കൊടുക്കുക. ഞാനിവിടെ കണക്ട് കൊടുക്കുന്നു. എൻ്റെ വാലറ്റ് ഇവിടെ കണക്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ വേറെ ബ്ലോക്ക് ചെയിനുകളിൽ നിന്നും നമ്മളുടെ കയ്യിലുള്ള കറൻസീസ് എന്ത് ചെയ്യണം, സോണിക്കിലേക്ക് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് പറഞ്ഞാൽ മെറ്റാമാസ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്ലോക്ക് ചെയിൻസ് കൂടെ കാണാൻ പറ്റും. യൂണിചെയിൻ ഉണ്ട്, അതുപോലെ തന്നെ OP മെയിനെറ്റ് ഉണ്ട്, ഹെമി ഉണ്ട്, ഹെമി ടെസ്റ്റ്നെറ്റ് ആണ്, ഹെമി ഉണ്ട്, അതുപോലെ തന്നെ ഇതേറിയം ഉണ്ട്. ഇതുപോലെ ഒരുപാട് മെയിനെറ്റുകളുണ്ട്. ഓക്കെ, ഒരുപാട് വേറെ ബ്ലോക്ക് ചെയിൻസ് ഉണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് ചെയിനുള്ള കോയിൻസ് എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് സോണിക്കിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഓക്കെ, ഞാനിവിടെ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫ്രം ഇതേറിയം ടു സോണിക്കാണ് നിലവിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോ ട്രാൻസാക്ഷനും നമുക്ക് വരുന്ന ഫീസ് നല്ല വലിയ ഫീ ആവാനാണ് സാധ്യത. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീ കാര്യങ്ങളൊക്കെ കാണിക്കും, എത്ര നമുക്ക് ഇവിടെ കിട്ടുമെന്നും കാണിക്കും. എന്നിട്ട് ബ്രിഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് ഈ ഒരു സോണിക്കിലേക്ക് മാറി വരുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ നിലവിൽ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ ടോക്കൺസ് ഇല്ല. ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം ലേറ്റ് ആവും. അതുപോലെ തന്നെ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും. ഞാൻ ഓൾറെഡി കാണിച്ച കാര്യമായതുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമേ അഡ്രസ്സ് കോപ്പി ചെയ്യുക, USDC അല്ലെങ്കിൽ ഫാൻഡം ഇതേറിയം ബ്ലോക്ക് ചെയിനിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതേറിയമാണ് കൊടുക്കേണ്ടത് മാത്രമാണ് വ്യത്യാസം നേരത്തെ കാണിച്ച പ്രോസസ്സിൽ നിന്നും. അപ്പോൾ ഇതേറിയത്തിലേക്ക് ആ ഒരു കോയിൻ വരികയും, പക്ഷേ വരാനൊക്കെ സമയമെടുക്കും. ആ കാര്യം ശ്രദ്ധിക്കുക. ഇതേറിയം ബ്ലോക്ക് ചെയിനാണ്, സ്ലോ ആണ്, ഒരുപാട് സമയമെടുക്കും ഇതേറിയം ബ്ലോക്ക് ചെയിൻ്റെ മെറ്റാമാസ്കിലേക്ക് ഈ ഒരു കോയിൻസ് റിസീവ് ആവാൻ. ഓക്കെ, റിസീവ് ആയതിനു ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രാൻസാക്ഷൻ്റെ അളവ് കൂട്ടുക, എണ്ണം കൂട്ടുക. നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ്റെ 10% വെച്ച് ഒരു 10 ട്രാൻസാക്ഷൻ ഒരു ദിവസം തന്നെ ചെയ്യരുത്, 2, 3, 4 ദിവസം കൊണ്ട് ചെയ്യാം 10 ട്രാൻസാക്ഷൻ. അപ്പോൾ തിരിച്ചെന്ത് ചെയ്യും, ഈ ഒരു സോണിക്കിലേക്ക് വരും. ബ്രിഡ്ജ്
കൊടുത്തു കഴിഞ്ഞാൽ മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് ഫീ കൊടുക്കാനുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ ബാക്കി വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാവുള്ളൂ. പക്ഷേ ഗ്യാസ് ഫീ ആയിട്ട് ഇവിടെ വരെ ഇതേറിയം ആവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങളുടെ മെറ്റാമാസ്കിൽ ഇതേറിയം ബാലൻസ് വേണം എന്ന കാര്യം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതുപോലെ ഗ്യാസ് ഫീ കൊടുക്കാനുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ഗേറ്റ് വേ യൂസ് ചെയ്യാവുന്ന കാര്യം ഉറപ്പിക്കുന്നു. ബ്രിഡ്ജ് കൊടുക്കുക, മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വരും, നിങ്ങൾ കൊടുക്കുന്ന കോയിൻസ് കാര്യങ്ങൾ വ്യക്തമാണെന്ന് നോക്കുക. അതിനുശേഷം കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജിങ് ഗേറ്റ് വേയും സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും നിലവിൽ ചെയ്യുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള ഗ്യാസ് ഫീ ആയിട്ട് ഇതേറിയവും ഇല്ല. അതുപോലെ തന്നെ USDCയോ അല്ലെങ്കിൽ ഫാൻഡമോ എൻ്റെ മെറ്റാമാസ്കിൽ സ്റ്റേക്കിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹോമിൽ ചെയ്യാൻ പറ്റും. ഹോമിൽ ചെയ്തതിന് ശേഷം ഇവിടെ ഏണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. ഏണിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. 8.15% ആണ് നമുക്ക് APR കിട്ടുന്ന റിട്ടേൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ന്യൂ ഡെലഗേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റേക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളുടെ എല്ലാ ടോക്കൺസ് നമുക്ക് സ്റ്റേക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ സ്റ്റേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന എമൗണ്ട് ഇവരുടെ ലിക്വിഡിറ്റിക്ക് വേണ്ടി ഇവർ യൂസ് ചെയ്യുകയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേക്കിംഗ് മെത്തേഡാണ് നമ്മളെ സോണിക് മെയിനിൽ നിലവിലുള്ളത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, എനിക്കിപ്പോൾ ഇന്ന് വിഡ്രോ ചെയ്യണം തോന്നുകയാണ്, എനിക്ക് ഇന്ന് വിഡ്രോ ചെയ്യാം, ലോക്കില്ല, എന്ന് വേണമെങ്കിലും എനിക്ക് വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഡെലഗേറ്റ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഡെലഗേറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം എത്ര എമൗണ്ട് ആണ് എനിക്ക് സ്റ്റേക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ 50%, എൻ്റെ കയ്യിലുള്ള ബാലൻസിൻ്റെ 50% ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. ഡെലഗേറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഡെലഗേറ്റ് ഏതൊരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിലും മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വരും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ മെറ്റാമാസ്കിൽ പോപ്പപ്പ് വരണമെന്നില്ല, നിങ്ങൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നെറ്റ് ഓഫ് ഫീ ആയിട്ട് വളരെ കുറഞ്ഞ ടോക്കൺ മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഫാൻഡത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സോണിക് മെയിനിലേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഗ്യാസ് ഫീ ആണ്. ഇതരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വലിയ ഗ്യാസ് ഫീ വരിക. ഓക്കെ, ഞാനിവിടെ കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എന്താവുന്നുണ്ട്, ഇവിടെ ട്രാൻസാക്ഷൻ സക്സസ് ആവുകയും അപ്പോൾ തന്നെ അവിടെ സ്റ്റേക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ വിഡ്രോ ചെയ്യണോ, ഞാനിവിടെ എന്ത് ചെയ്യാം, വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. എത്ര പെർസെൻറ്റേജ് വിഡ്രോ ചെയ്യണമെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും. ലോക്ക്ഡ് അല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാമെന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റേക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ട എന്താണ്, നമുക്ക് ആപ്സ് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇനി ഡെലഗേറ്റ് ചെയ്യാം കേട്ടോ. ന്യൂ ഡെലഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഡെലഗേറ്റ് ചൂസ് ചെയ്തുകൊണ്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ബാക്കിയുള്ള നമ്മൾ ഡെലഗേറ്റ് ചെയ്യും ഈ ഒരു വീഡിയോൻ്റെ അവസാനത്തിൽ. അതിന് മുമ്പായിട്ട് തന്നെ ആപ്സും കൂടെ കാണിച്ചതിന് ശേഷം അതിലേക്ക് പോകാം. ഓക്കെ, ആപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആപ്സ് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ആപ്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സോണിക് മെയിൻനെറ്റിന് പുറത്ത്, ഈ ഒരു സോണിക് മെയിൻനെറ്റിന് മുകളിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ആപ്സ് ആണ്. ഓക്കെ, അതിൽ ഡെക്സുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന ആപ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ ആപ്പുകളെല്ലാം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് കാണാം. ലോഞ്ച് മീം കോയിൻസ് ആൻഡ് അതർ ടോക്കൺസ് വിത്തിൻ സെക്കൻഡ്സ് വിത്ത് സീറോ ഇനീഷ്യൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, നമ്മൾ സീറോ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മീം കോയിൻസും അതർ ടോക്കൺസും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന, ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു ആപ്പാണ് ഡഞ്ചൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ആപ്പ്. അതുപോലെ തന്നെ എഫ് മണി എന്താണ്, ലെൻഡിങ് ആൻഡ് ബോറോയിങ് പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ നമുക്ക് ബ്ലോക്ക് ചെയിനിലൂടെ ലോൺ എടുക്കാനും അതുപോലെ തന്നെ കടം കൊടുക്കാനുമുള്ള ഒരു ആപ്പാണ് എഫ് മണി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ കടമെടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കടം കൊടുക്കുകയും ചെയ്യാം, അതിൻ്റെ പലിശ നമുക്ക് കിട്ടും. അതാണ് എഫ് മണി. അതുപോലെ നമ്മൾ സാധാരണ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആപ്സ് പോലെ തന്നെ ഒരുപാട് ആപ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പക്ഷേ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു ബ്ലോക്ക് ചെയിൻ ഏതാണ്, സോണിക് ബ്ലോക്ക് ചെയിൻ ആണ് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന കൈബർ സ്വാപ്പാണ്. കൈബർ സ്വാപ്പ് ഞാൻ ഓൾറെഡി കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനിവിടെ കൈബർ സ്വാപ്പാണ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഏതൊരു ആപ്പാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിന് തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ ഒരു ലിങ്കിൻ്റെ ബട്ടൺ കാണാം. ഇതാണ് ആ സൈറ്റിൻ്റെ ലിങ്ക്. ഞാനിവിടെ എന്തായാലും ഫേവറേറ്റിലേക്ക് ഇട്ട് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൈബർ സ്വാപ്പിലേക്ക് പോകും. നിങ്ങൾക്ക് ഏതൊരു വെബ്സൈറ്റാണ് യൂസ് ചെയ്യേണ്ടത് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സോണിക്കിൽ യൂസ് ചെയ്യുന്ന സെയിം മെറ്റാമാസ്ക് തന്നെ ഇവിടെ യൂസ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ മെറ്റാമാസ്കിലാണ് ഈ എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തുന്നതും. അതിലൂടെ നമുക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷൻ നമ്മളുടെ അവസാനത്തെ ക്ലെയിം ഡേറ്റ് ജൂൺ ആകുമ്പോഴത്തേക്ക് തീരുമാനിക്കപ്പെടുകയും ചെയ്യാം. ഓക്കെ, അപ്പോഴാണ് ഈ സീസൺ 1ൻ്റെ എൻഡിങ്. അപ്പോൾ നമുക്ക് അതുവരെ ടാസ്കുകൾ വന്നുകൊണ്ടേയിരിക്കും. ആ ടാസ്കുകളെല്ലാം ചെയ്ത് പോവുക. കറക്റ്റായിട്ട് ജൂൺ ആകുമ്പോൾ നമുക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ സ്റ്റാർട്ട് ട്രേഡിംഗ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏത് ആപ്പാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ഇവിടെ കിടക്കുന്നത് ഏതാണ്, ഇതേറിയമാണ്. ഇത് മാറ്റണം. ഇത് മാറ്റിയതിനു ശേഷം എന്ത് ചെയ്യണം, നമ്മളിവിടെ സോണിക്കിലേക്ക് മാറ്റണം. ഓക്കെ, സോണിക് കൊടുക്കുകയാണ്. സോണിക് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വരും. നെറ്റ്വർക്ക് മാറ്റാനായിട്ടുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് കൺഫേം കൊടുക്കാം. ഓക്കെ,
കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാമാസ്ക് ഇവിടെ കണക്റ്റ് ആവും സോണിക്കുമായിട്ട്. ഓക്കെ, സോണിക്ക് ഇപ്പോൾ കണക്റ്റ് ആയത് കാണാൻ പറ്റും, മെറ്റാമാസ്കിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സോണിക്ക് കണക്റ്റ് ആയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഞാനിപ്പോൾ സ്റ്റേക്ക് ചെയ്ത എമൗണ്ടിൻ്റെ ബാക്കി, ഞാൻ എൻ്റെ കയ്യിലുള്ള 50% ആണല്ലോ അവിടെ സ്റ്റേക്ക് ചെയ്തത്, ബാക്കി 50% ഇതാണ് 119.4 ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്, അത് നമുക്ക് ഏതൊരു കോയിനായിട്ട് വേണമെങ്കിലും ഇവിടുന്ന് സ്വാപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യമാണ് നിങ്ങളോട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തിരിച്ചും ഇങ്ങോട്ടേക്കും സ്വാപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ട്രാൻസാക്ഷൻ എണ്ണം കൂട്ടാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ഏത് കോയിനിലേക്കും വേണമെങ്കിൽ സ്വാപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏത് കോയിൻ വേണമെങ്കിലും ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീം കോയിൻസിലേക്കും എല്ലാം തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. മീം കോയിൻ വേണമെങ്കിൽ നമുക്ക് എസ് ടോക്കൺ വെച്ച് ട്രേഡ് ചെയ്യാം. അതെല്ലാം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ USDC തന്നെയാണ് മാറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ USDC ഞാനിപ്പോൾ തിരിച്ചും എസ് ടോക്കണിലേക്ക് വീണ്ടും മാറ്റും, എന്നിട്ട് ഞാൻ സ്റ്റേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. വലിയ രീതിയിലുള്ള ഗ്യാസ് ഫീയോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു 10 സോണിക് ടോക്കൺ എൻ്റെ കയ്യിൽ 119 ബാലൻസ് ഉണ്ട്. അതൊന്നൊരു 10 സോണിക് ടോക്കൺ ഞാൻ എന്ത് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു USDC ആക്കി മാറ്റാൻ പോവാണ്. ഓക്കെ, $6.87 വേർത്ത് എനിക്ക് 6.87 തന്നെ ഇവിടെ റിസീവ് ആവുകയും ചെയ്യും. ഓക്കെ, പ്രൈസ് ഇമ്പാക്റ്റും ഒക്കെ വളരെ കുറവാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഫീ വളരെ കുറവായതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി ഞാനിവിടെ സ്വാപ്പ് കൊടുക്കുന്നു. സ്വാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും നമ്മുടെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട്, ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ട്രൈ ചെയ്യാൻ പോവാണ്. സ്വാപ്പ് കൊടുത്തപ്പോൾ കാണാൻ പറ്റും പ്രൈസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്. ഗ്യാസ് ഫീ എത്ര നോക്കുക, $0.0002 മാത്രമാണ്. വളരെ കുറഞ്ഞ ഗ്യാസ് ഫീ ആണ്, വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുകയാണ്, ഒരുപാട് ചെയ്യുക. ഒറ്റ ദിവസം തന്നെ ചെയ്യരുത്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ഒരുപാട് ദിവസം ഒരുപാട് ട്രാൻസാക്ഷൻസ് സ്പാം ആക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെറ്റാമാസ്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാനും അതിലൂടെ നമുക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷൻ കുറയാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മാക്സിമം 5 സ്വാപ്പുകൾ മാത്രം നടത്തുക എന്ന കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഞാനൊരു 4-5 പ്രാവശ്യം ട്രാൻസാക്ഷൻ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷമാണ് എനിക്ക് മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വന്നത്. അപ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യം ആവുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ട് പോരുന്നത് ഏതൊരു ട്രാൻസാക്ഷൻ ആണെങ്കിലും. ഓക്കെ, ഞാനിവിടെ കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്തപ്പോൾ കാണാൻ പറ്റും ട്രാൻസാക്ഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്, സ്വാപ്പ് സക്സസും ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഞാൻ സ്വാപ്പ് ചെയ്ത എമൗണ്ട് എന്തായിട്ടുണ്ട്, എൻ്റെ ബാലൻസിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും USDC 6.8 ഉണ്ട്. ഞാൻ നേരത്തെ സ്വാപ്പ് ചെയ്ത എമൗണ്ട് എന്തായിട്ടുണ്ട്, USDC ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി തിരിച്ചെന്ത് ചെയ്യാം, വീണ്ടും എസ് ടോക്കൺ ആക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു സ്വാപ്പിൻ്റെ ബട്ടൺ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ USDC മേലോട്ട് പോവും, എസ് ടോക്കൺ താഴേക്കും വരും. ഓക്കെ, അത്ര മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ അങ്ങോട്ടേക്ക് സ്വാപ്പ് ചെയ്ത എമൗണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് സ്വാപ്പ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ എമൗണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ആ എമൗണ്ട് ഇവിടെ കൊടുത്തു. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും പെർമിറ്റ് USDC അപ്രൂവ് USDC 2 വട്ടം കാണാം. ആദ്യം എന്ത് ചെയ്യുക, പെർമിറ്റ് ക്ലിക്ക് ചെയ്യുക. പെർമിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാമാസ്കിൽ ഒരു കൺഫർമേഷൻ വരുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, സൈൻ കൊടുക്കുക. ഇത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ മാത്രമേ വരൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെറ്റാമാസ്കിൽ USDC ഞാൻ ഇതുവരെ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സിഗ്നേച്ചർ റിക്വസ്റ്റ്, സൈൻ റിക്വസ്റ്റ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഈസി ആയിട്ട് തന്നെ എൻ്റെ മെറ്റാമാസ്കിലേക്ക് ഇപ്പോൾ USDC ആഡ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാനത് സ്വാപ്പ് എൻ്റെ എമൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ റിഫ്രഷ് കറക്റ്റ് ആണോ നോക്കണം. ഇവിടെ കാണാൻ പറ്റും ടൈമർ ഇങ്ങനെ പോകുന്നുണ്ട്. അത് റിഫ്രഷ് ആയി കറക്റ്റായി അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് സ്വാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാപ്പ് ആവും. ഓക്കെ, ഇവിടെ കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് ഫീ കാണാൻ പറ്റും, വളരെ കുറവാണ്. പ്രൈസ് ഇമ്പാക്റ്റും വളരെ കുറവാണ്, 0.01%-നേക്കാൾ കുറവാണ് പ്രൈസ് ഇമ്പാക്റ്റ്. കൺഫേം സ്വാപ്പ് കൊടുക്കുന്നു. വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ ആണ് പറയുന്നത്. മെറ്റാമാസ്കിലെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്, കൺഫേം കൊടുക്കുന്നു. ഓക്കെ, ഇത് ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ആവണമെന്നില്ല, ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. ട്രാൻസാക്ഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്, പെൻഡിങ്ങിലായിരുന്നു. ഇവിടെ കാണാൻ പറ്റും സ്വാപ്പ് സക്സസ് ആയിട്ടുണ്ട്. എനിക്ക് 119 ആയിരുന്നില്ല ആദ്യം ബാലൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുക, വീണ്ടും 119 ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ചെറിയ എമൗണ്ട് എന്തായിട്ടുണ്ട്, ഗ്യാസ് ഫീ ആയിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓരോ ആപ്സും യൂസ് ചെയ്യേണ്ടതെന്ന കാര്യം മനസ്സിലാക്കുക. കൈവർസ് ആപ്പ് തന്നെയാണ് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ്, അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ഇൻട്രാക്ഷൻ കാര്യങ്ങളെല്ലാം ട്രാക്ക് ആവുന്നത് എങ്ങനെയാണ്, ഈ ഒരു മെറ്റാമാസ്ക് വെച്ചിട്ടാണ്. നമ്മളെ മെറ്റാമാസ്കിൽ ഇത്ര ട്രാൻസാക്ഷൻ നടന്നു. ഈ ഒരു സോണിക്കിൽ നോക്കുക, ഇവിടെ ആക്ടിവിറ്റി ഉണ്ടോ, ഈ ഒരു ടോക്കൺ മാറ്റി ആക്ടിവിറ്റിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സോണിക് മെയിൻ നെറ്റിൽ 1, 2, 3 ട്രാൻസാക്ഷൻ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതുപോലെ ട്രാൻസാക്ഷൻ്റെ എണ്ണവും നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ്റെ എമൗണ്ടും എല്ലാം തന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. എമൗണ്ട് വലുതാവും തോറും അതിൻ്റെ അഡ്വാൻറ്റേജ് ഉറപ്പായിട്ടും ഉണ്ടാവും. എന്ന് വെച്ച് വലിയ എമൗണ്ട് തന്നെ ചെയ്യണമെന്നില്ല, ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ചെറിയ എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് തന്നെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു ആപ്പ് മാത്രം യൂസ് ചെയ്യാതിരിക്കുക, ഒരുപാട് ആപ്സ് ഉണ്ട്, എല്ലാം കയറി എക്സ്പ്ലോർ ചെയ്യുക, ക്യാഷ് കളയരുത്. ഓക്കെ, എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക, കയ്യിലുള്ള ഫണ്ട് പോരുത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് ഒരുപാട് ആപ്സ് കാണാൻ പറ്റും. ഇതെല്ലാം കയറി എന്താണെന്ന് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി ഒരു ചെറിയ എമൗണ്ട് മാത്രം ചെയ്ത് നോക്കി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അല്ലാതെ വലിയ എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോയി എന്ന് പറയരുത്. കാരണം എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്ത് ഫണ്ട് എവിടെയെങ്കിലും ലോക്കായി കഴിഞ്ഞാൽ തിരിച്ചെടുക്കേണ്ടത് എങ്ങനെയെന്ന് കമൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ചിലപ്പോൾ കാണുന്ന
വേണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം വ്യക്തമായി നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആപ്സ് അങ്ങനെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളോട് സ്റ്റേക്ക് ചെയ്ത് നമ്മോട് കാണാൻ പറ്റും. ഗേറ്റ് വേ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു. അപ്ഗ്രേഡ് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞു. കൈബർസ് ആപ്പ് കാണാൻ പറ്റും. ഞാനിവിടെ ആപ്പ് എൻ്റെ ഫേവറേറ്റ് ആപ്പായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആപ്പ് യൂസ് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്തു, ഗേറ്റ് വേ യൂസ് ചെയ്തു. ഗേറ്റ് വേ ഞാൻ ചെയ്തിട്ടില്ല, ഇതുവരെ ഇങ്ങോട്ടേക്ക് ബ്രിഡ്ജ് ചെയ്യാണ് വേണ്ടത്, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞു. അത് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ സ്റ്റേക്കും ചെയ്ത് വെക്കുക ടോക്കൺസ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ബാക്കിയുള്ള ടോക്കണോട് ഞാൻ സ്റ്റേക്ക് ചെയ്യാൻ പോവാണ്. ബാക്കി ടോക്കൺ സ്റ്റേക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ട്രാൻസാക്ഷനോ കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് ചെയ്യുന്നില്ല. കൈബർസ് ആപ്പും ബാക്കിയുള്ള ആപ്പുകളൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ എനിക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ ഒക്കെ നാളെ ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ വരെ ഞാൻ ഈ ടോക്കൺ വെറുതെ ഇടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് സ്റ്റേക്ക് ചെയ്ത് വെക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ വലിയ എമൗണ്ട് ഒന്നും കിട്ടില്ല, എങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റേക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കാണാൻ പറ്റും 11:38 ഇപ്പോൾ രാത്രി സമയം. 31-ാം തീയതിയാണ്, ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ ന്യൂ ഇയർ ആഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പോകാനായിട്ട് ഞാനിപ്പോൾ റെഡി ആകാൻ പോവാണ്. 11:30 കഴിഞ്ഞു. പിന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ന്യൂ ഡെലഗേഷൻ കൊടുക്കുന്നു. ഒന്നെങ്കിൽ എനിക്ക് അതിലേക്ക് തന്നെ സ്റ്റേക്ക് ചെയ്യണം. ഞാൻ ഓൾറെഡി വെച്ച ആ ഒരു ഡെലഗേഷനിലേക്ക് തന്നെ വീണ്ടും ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ഞാനിവിടെ ഹൈപ്പർ ബ്ലോക്സ് എന്ന് പറയുന്ന ഡെലഗേഷനിലേക്ക് എന്ത് ചെയ്തു, ഈ ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലുള്ള 100% ടോക്കൺസും ഞാനിവിടെ ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ നിലവിലുള്ള ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഗവേണൻസ് ആണ്. ഗവേണൻസ് ടോക്കൺസ് കാര്യങ്ങളെല്ലാം റിലീസ് ആവാനുണ്ട്. അത് കൃത്യമായിട്ട് വരുന്ന സമയത്ത് അതും എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ടെലഗ്രാമിൽ ആക്റ്റീവ് ആയിരിക്കുക, ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. നമ്മളുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് ലഭിക്കുക. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്ക്, ഷെയർ, സബ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.